me around and around, turn me upside down, spin me around and around, let me feel, spin me again and again, till I'm upside down, calling again and again, my name. Hold me, tell me I'm not dreaming, I'm not dreaming. Hold me, tell me I'm not dreaming, I'm not dreaming. Hold me, tell me I'm not dreaming, I'm not dreaming. Tell me I'm the only one. I've been lost and found. We know. I've been on the ground. We know. I've been hiding out while shouting out. You would open up. Oh, spin me around and around, turn me upside down, spin me around and around, let me feel, spin me again and again, till I'm upside down, calling again and again. എന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനെ അകതാരിലുണവിന്റെ കനിനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിധി പരമേകുമാരായി അനശ്യൂരമൊഴുകി വരൂ എന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനെ എന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 2:11 വാക്യങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരുന്നതെന്നല്ല, അവന് ചേർന്ന് ഇണയെ. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ അവയ്ക്ക് മനുഷ്യന്റെ പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ പിടിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികളും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാക്കി കിടന്നവന്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ടുപോയി. മനുഷ്യരിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്ത് അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവില്ലത എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൻ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നനായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല.
കരുണ്യവാനായ കർത്താവെ, അങ്ങ് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, സർവ്വലോകം സൃഷ്ടിച്ച് എല്ലാം നല്ലതായിരിക്കുന്നു എന്ന് പറയുന്ന ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് കണ്ടപ്പോൾ നന്നല്ല എന്ന് പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങ് ആദ്യമായി പറയുന്ന നെഗറ്റീവ് വാക്ക് അതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആ ഏകാന്തതയ്ക്ക് ഉത്തരമായി അങ്ങ് നൽകിയ മകളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം കർത്താവെ, ഇവരുടെ കുടുംബജീവിതത്തെ ആശീർവദിക്കണമേ. എല്ലാ പ്രത്യേകതകളെയും അവിടുന്ന് ആശീർവദിക്കണമേ. രണ്ട് കുടുംബങ്ങൾ, രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരുമ്പോൾ അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുരിശുമരണത്തെ പോലും വിജയത്തിൻ്റെ പതാകയുടെ വലിയ അടയാളമാക്കി അവിടുന്ന് മാറ്റിയതുപോലെ കരുണ്യവാനായ കർത്താവെ, മാനുഷികമായ എല്ലാ പ്രത്യേകതകളെയും അസാധ്യതകളെയും അവിടുന്ന് ആശീർവദിച്ച് വിജയകരമായ മാതൃകാപരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് ഇവരെ അവിടുന്ന് ഉയർത്തണമേ. കരുണ്യവാനായ കർത്താവെ, ഇന്നീ ഭവനത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുന്ന മകൻ തിരിച്ചു കയറി ഈ ഭവനത്തിലേക്ക് വരുന്നത് ഒരു കുടുംബവുമായിട്ടാണ്. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കരുണ്യവാനായ കർത്താവെ, ഈ വിവാഹമെന്ന ഈ കുദാശയുടെ സ്വീകരണത്തിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് എളിമയോടുകൂടി പറയുന്നു. മനുഷ്യൻ്റെ ബുദ്ധി എവിടെ അവസാനിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ മകനും ഈ കുടുംബവും ഏതെങ്കിലും തരത്തിൽ ഒരുക്കക്കുറവുണ്ടെങ്കിൽ കർത്താവെ, അവിടുന്ന് പരിഹരിക്കണമേ. ഞങ്ങളുടെ ചിന്തയിലും ബുദ്ധിയിലും പ്രായോഗികതയിലും ഉണർന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക ഭൗതികമായ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ ദേവാലയത്തെയും ഞങ്ങളുടെ പ്രദേശത്തെയും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും കുറവുകൾ കർത്താവെ, കാണുന്നുണ്ടെങ്കിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയും അങ്ങയുടെ ഒരു പ്രവർത്തനം വരുത്തണമേ. കരുണ്യവാനായ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാകുന്ന സമയത്ത് വിവാഹമെന്ന കൂദാശ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്ന കൂദാശയാക്കി മാറ്റുവാൻ, പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ ആലയത്തിലേക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ. ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി കടന്നു വരുന്നവരെല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ യാത്രകളെ സമർപ്പിക്കുന്നു. സന്തോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവർക്കെല്ലാം ഞങ്ങൾ പങ്കുവെക്കുന്ന എല്ലാ സന്തോഷങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഭക്ഷണം ഒരുക്കുന്നവർ ഭക്ഷണങ്ങൾ എല്ലാം വളരെ ഭംഗിയായിട്ട് രുചികരമായിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ കടന്നു ചെല്ലുവാൻ ഇടയാകുവാൻ, സന്തോഷത്തോടെ തിരിച്ചിറങ്ങി പോകുവാൻ ഇടയാകുവാൻ അവിടുന്ന് കൃപയാകണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, സമാധാനത്തിന്റെ രാജ്ഞിയും സമാധാനത്തിന്റെ രാജ്ഞിയും സമാധാനത്തിന്റെ രാജ്ഞിയും God is able, and He will never
മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. വിവാഹ ജീവിതത്തിൻ്റെ പവിത്രതയും മാന്യതയും മഹിമയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് മരണം വരെയുള്ള ഒരു ജീവിതമാണ് നമുക്കറിയാം. പ്രത്യേകം പ്രാർത്ഥന ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഇവരുടെ മാതാപിതാക്കന്മാരെ ഇവിടെ ഓരോ ആഘോഷത്തിൻ്റെ ഇടയിലും ഏറ്റവും കൂടുതൽ മഹിമ അർപ്പിക്കുന്നത്, അഭിനന്ദനം അർപ്പിക്കുന്നത് ഇവരുടെ മാതാപിതാക്കന്മാരാണ്. ഇതുവരെ ഇവരെ വളർത്തി, ഇവരെ വലുതാക്കി ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ വളർത്തിയ രണ്ടുപേരുടെയും മാതാപിതാക്കന്മാരോടുള്ള അഭിനന്ദനവും അനുമോദനവും ഈ സമയത്ത് അറിയിക്കുന്നു. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി കൊണ്ടുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സ്നേഹത്തിൽ നിന്ന്
നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദരവിലേക്കും ആമേൻ. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയെ നിരന്തരം അന്വേഷിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാനും സകലത്തിന്റെയും നാഥായും നയിക്കും. ആമേൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിക്കുവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തത് എപ്പോഴും നിങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലനം, സർവ്വങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹയ്ക്ക് വിധേയരായിരുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കളയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്നപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പരിശുദ്ധ സുവിശേഷം 10:2 വാക്യങ്ങൾ. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവൻ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായി തീരും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ പോവുകയും. ഇന്ന് ഈ ദേവാലയത്തിൽ കടന്നു എല്ലാവരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ വലിയ വികാരമാണുള്ളത്. കാര്യം വ്യക്തമാണ്. ട്വിങ്കിൾ സോണിയെയും സോണിയ ട്വിങ്കിളിനെയും ജീവിത പങ്കാളിയാക്കി സ്വീകരിക്കുന്ന ധന്യമുഹൂർത്തത്തിന് സാക്ഷികളാണ്. എന്ന് മാത്രം ഒരുങ്ങിയിട്ടുണ്ടാവാൻ പ്രാർത്ഥിച്ച് ഒപ്പം
ധാരാളം അന്വേഷണങ്ങളൊക്കെ നടത്തി അതിൻ്റെ പരിസമാപ്തി ദൈവം ട്വിങ്കിളിനായി കണ്ടത് സോണിയാണെന്ന് ട്വിങ്കിളിനും ട്വിങ്കിളിൻ്റെ വീട്ടുകാർക്കുമൊക്കെ മനസ്സിലും ഷെയറിക്കും അതുപോലെ വീട്ടുകാർക്കുമൊക്കെ ബോധ്യപ്പെട്ടു. അതേപോലെ തന്നെ സണ്ണി മോളിലും ഇവർ അന്വേഷിച്ച് ധാരാളം ഒത്തിരി പ്രാർത്ഥിച്ചു. ആരാണ് സോണിയയ്ക്ക് ഏറ്റവും അനുയോജ്യനായ വരൻ? ട്വിങ്കിൾ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന തന്നെയാണ് ഈ വിവാഹത്തിലേക്ക് വന്നത്. ഇനിയുള്ള ദൈവത്തിൻ്റെ കാര്യമാണ്. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം കണ്ടെത്തുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സമ്പന്നമാകുന്ന അനുഭവമായിരിക്കുമെന്ന് സംശയമില്ല. ഭാര്യ എന്തെല്ലാം ഭർത്താവിനെ ബഹുമാനിക്കുമോ ദൈവത്തിൻ്റെ മുന്നിൽ സൃഷ്ടി പോലെ ബഹുമാനത്തിന്റെ വലിയ അടയാളമായി സോണിയ അറിയിക്കുന്നു. അപ്പോൾ ഇതിനെയും സ്നേഹം കൊണ്ട് സോണിയെ മൂടും ഈ ചുങ്കിൽ എനിക്കില്ലേ അരികിലെത്തുന്നവരെ അനുഗ്രഹം കൊണ്ടും സ്നേഹം കൊണ്ടും സമ്മാനമാക്കുന്ന അനുഭവം ആദ്യമാണ്. കാനായിലും കല്യാണ വിരുന്നിൽ വെച്ച തന്റെ സാന്നിധ്യത്തിൽ വധുവരന്മാരെ അനുഗ്രഹിച്ച വിഷയം നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കുദാശയാകുമ്പോഴോ ഈ കുദാശ യുവതയോട് പരിഗണിക്കുന്നതിന് പുരോഹിതനിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ നമുക്കെല്ലാവർക്കും ആദ്യയിൽ പരീക്ഷണ ജീവന സജീവം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കന്മാരാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കണം. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമർത്ഥമായി നിരീക്ഷണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സോണിയായി നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സോണിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ട്വിങ്കിളിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുതരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി സഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായി ഇരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. പിതാവിന്റെ വിശ്വസ്തതയ്ക്കും അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ നശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ.
നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുമോ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. The Holy Father Francis cordially imparts the requested apostolic blessing to Twinkle Tangachan Kadithan Dottil and Sonia Samit Tenganadu on the occasion of their marriage, with prayers for the happiness of their Christian life together at St. John Vianney Church, Panikirgudi, 17th February 2020. കരധാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ ജീവിതക്കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിത
കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നീറുന്ന ഓർമ്മകളെല്ലാം ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വരം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മനോസ്ഥിതിന്റെയും മാധ്യസ്ഥയുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിൽ സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ ഹൃദയം കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ودورة وطرقات وسام حتى يكون وبيسا بنبغون لا तुझको मैं रख लूं वहां जहां पे कहीं है मेरा यकीन। मैं जो तेरा ना हुआ किसी का नहीं, किसी का नहीं। ले जाए जाने कहाँ हवाएं हवाएं, ले जाए तुझे कहाँ हवाएं हवाएं। बेगानी है ये बागी हवाएं हवाएं, ले जाए मुझे कहाँ हवाएं हवाएं। ले जाए जाने कहाँ ना मुझको खबर ना तुझको पता।
കുറുക്കൻ കാശിയും വാശിയും വേണ്ടെന്ന് വെച്ച് കാശായ മുറി വെച്ച് Let's give a round of applause for the stars of the Eve. ദൈവം ചേർത്ത് വെച്ച ആദ്യ മാതാപിതാക്കൾ അനർഘമായ ദൈവിക പദ്ധതിയുടെ ആദ്യ കണികയായിരുന്നു. അന്ന് ദൈവം യോജിപ്പിച്ച ആദ്യ ദമ്പതികൾ മുതൽ ഇന്ന് നമുക്ക് മുൻപിൽ നിൽക്കുന്ന ഈ നവമിഥുനങ്ങൾ വരെ ദൈവം ചേർക്കുന്ന ഓരോ കുടുംബവും അതേ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ശോഭനമായ ഒരു ഭാവിയുടെ അതുല്യ സ്വപ്നങ്ങൾ ഈ നവദമ്പതികൾക്ക് ആശംസിച്ചുകൊണ്ട് Today is the day of celebration. Ladies and gentlemen, dear friends and fellow members of both the families, we welcome you all to the function of the newly married couple, Mr. Tinkul Kurian and Mrs. Sonia Sani. Let me take up the prime responsibility, the welcome. അതെ, സ്വാഗതം. പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന നവദമ്പതികൾ നിറഞ്ഞ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ഞങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വരനും ബിസിനസ്സുകാരനുമായ മിസ്റ്റർ ട്വിങ്കിൾ കുര്യൻ, നേഴ്സായി സേവനമനുഷ്ഠിക്കുന്ന വധു മിസസ് സോണിയ സനി. Let's give a big hand for the beautiful bride and the handsome groom. We all wish you dears a wonderful life together as you step into the dream come true moment. അച്ചായമാരുടെ ഉശിരുള്ള കൈയുടെ ഇത്രേ ഉള്ളോ? ഒരു നല്ല കൈയുടെ കൊടുക്കേ. നമുക്ക് എല്ലാവർക്കും അറിയാം, വിവാഹം എന്നത് രണ്ട് ഹൃദയങ്ങളുടെ, രണ്ട് മനസ്സുകളുടെ, അതുപോലെ രണ്ട് കുടുംബങ്ങളുടെ കൂടെ കൂടിച്ചേരലാണ്. And now it's the time to welcome the both families of our bride and groom. അതെ, നവദമ്പതികളുടെ പ്രിയ കുടുംബങ്ങളെ സ്വാഗതം ചെയ്യേണ്ട സമയമാണ്. ഏറ്റവും സ്നേഹത്തോടെ ആദ്യമായി വധുവിന്റെ കുടുംബത്തെ സ്വാഗതം ചെയ്യുകയാണ്. വധുവിന്റെ അച്ഛൻ മിസ്റ്റർ സണ്ണി തേങ്ങനാട്ട്, അമ്മ മിസസ് മോളി സണ്ണി, വധുവിന്റെ സഹോദരൻ മിസ്റ്റർ സിജോ സണ്ണി. With a heartful applause, let's welcome the family of the bride onto the stage. അടുത്തതായി വരന്റെ കുടുംബത്തെ സ്വാഗതം ചെയ്യുകയാണ്. വരന്റെ അച്ഛൻ മിസ്റ്റർ തങ്കച്ചൻ കടക്കാത്തൊട്ടിയിൽ, അമ്മ മിസസ് ഷേർലി തങ്കച്ചൻ, വരന്റെ സഹോദരൻ മിസ്റ്റർ ടിറ്റോ കുര്യൻ, സഹോദരി മിസ് ടൂണ കുര്യൻ. With great pleasure, let me have the family of the groom on the stage. സാന്നിധ്യം കൊണ്ട് ആഘോഷങ്ങളെ സമ്പന്നമാക്കുവാൻ, നവദമ്പതികളെ അനുഗ്രഹിക്കുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബന്ധുമിത്രാദികളെ ഇരു കുടുംബങ്ങളുടെയും പേരിൽ നിങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുന്നു. The day feels warm in your presence. A hearty welcome. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ നവദമ്പതികൾക്ക് ഒരു അടിച്ചുപൊളി ലൈഫ്, കുറേ സന്തോഷങ്ങളും കുറച്ച് പിണക്കങ്ങളും, കുറേ പിണക്കവും ഇണക്കവും എല്ലാം ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ലൈഫ് ഞങ്ങൾ എല്ലാവരും നേരുകയാണ്. ഹാവ് എ ഹാപ്പി ലൈഫ്. താങ്ക് യു.
മണവാളത്തിറങ്ങനും മണവാട്ടി പെണ്ണിനും കച്ചറ പിൻവലിയും സോണിയാമുഖം കച്ചറ celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you, when I let you. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ. പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്രാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ. കണ്ണേ കണ്ണേ
കാറ്റായി പിന്നാലെ ഞാനൊന്നും കൂടുന്നില്ലേ. മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനമും അറിയവേ വെയിലേക്കും ഹിമമായി അതിരുരുകി അലിയവേ അടരാനോ അരുതാതെ ഇരുചിറകുമണയവേ കണ്ണീരിലോ കൈ ചേർത്തിടാൻ മായാനിഴൽ കൂട്ടാകുവാൻ ഓരോ ദളം വാടാതെ ഞാൻ കാക്കാമിനി നീലാമ്പലൻ നീയാകും എന്നും എൻ ലോകം തുണയായ ജീവനേ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൽ ആനന്ദ തേരേറി പായുന്നെങ്ങോ കണ്ണേ കണ്ണേ. എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞ ശ്വാസമേ. ഞാനൊഴുകും പാതയില കാലടികൾ മാത്രമേ. காந்த கண்ணழகு லுக்கு விட்டு கிக்கு ஏத்தும் முத்து பல்லழகு சொடி சிறவாடி காந்த கண்ணழகா டக்குனது தட்டி தூக்கும் முத்த பழகா முத்த உன்ன தாடா. பொண்ண பார்த்த மண்ண பக்கம் சங்கத்தோட லீடர்னா உன்னை பார்த்த பின்னே அத ரிசைன் பண்ணு. காதலனும் ட்விட்டரில் ஆள் இல்லாம காத்திருந்தேன். உன்னை ஃபாலோ பண்ணதால ட்ரெண்டிங் ஆனேன். சிங்கிள் இப்போ சிக்ஸர் ஆனேனே. கும்முரு டப்பர கும்முரு டப்பர கும்முரு டப்பர கும்முரு டப்பர கும்முரு 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 கும்மாரா. கும்முற டப்புற கும்முற டப்புற கும்முற டப்புற கும்முற டப்புற கும்மர 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 குமாரா. காந்த கண்ணழகு லுக்கு விட்டு கிக்கு ஏத்தும் முத்து பொல்லழகு சொடி சிறவாடி. Sexy girls. வெண்ணிலவில் லேண்டு வாங்கி மச்சு வீடு கட்டிக்கிட்டு இன்டர்நெட் இல்லாமலே வாழலாமா. பத்து புள்ள பெத்துக்கிட்டு தமிழ் மட்டும் சொல்லி தந்து தினம் தினம் கதை சொல்ல கேட்கலாமா. ஜில்லு ஜில்லு ஜிகிரு தண்டா கிட்ட வாடி உன்னை அப்படியே சாப்பிடுவேன் கெத்தா தாண்டி. தேடி இல்ல கில்லாடிதான் தெரியும் மாமா. நீ கேட்காமலே
ടപ്പറ ഗുമ്മറ ടപ്പറ ഗുമ്മറ 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 ഗുമ്മാരാ ഗുമ്മറ ടപ്പറ ഗുമ്മറ ടപ്പറ ഗുമ്മറ ടപ്പറ ഗുമ്മറ ടപ്പറ ഗുമ്മറ 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 ഗുമ്മാരാ കാന്ത കണ്ണഴകി ലുക്ക് വിട്ട് കിക്ക് ഏത്തു മുത്ത പലഴകാ മുത്ത ഉണത്താടാ உன்னை பார்த்த மண்ண பக்கம் சங்கத்தோட லீடர்னா உன்னை பார்த்த பின்னே அதை ரிசைன் பண்ணேனே காதலனும் ட்விட்டரில் ஆள் இல்லாம காத்திருந்தேன் உன்னை ஃபாலோ பண்ணதால ட்ரெண்டிங் ஆனது சிங்கிள் இப்போ சிக்ஸர் ஆனேனே கும்முரு டப்புரு கும்முரு டப்புரு கும்முரு டப்புரு கும்முரு டப்புரு கும்மரு 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 கும்மரா கும்மர டப்புற கும்மர டப்புற கும்மர டப்புற கும்மர டப்புற கும்மர 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 குமாரா கும்மர டப்புற கும்மர டப்புற கும்மர டப்புற கும்மர டப்புற கும்மரு கும்மரு கும்மரா ஏண்டி காந்த கண்ணழகி हो साडे कोल बह जा मेरे दिल दा तू हाल सुन ले तेरे लिए यारा मैं हूँ कितना बेहाल सुन ले तेरे लिए गीत गावांगा मैं तुझको ही यार बनावांगा अखियां मिलावांगा अखियां मिलावांगा अखियां मिलावांगा अखियां मिलावांगा मैं अखियां मिलावांगा मैं यार बनावांगा मैं अखियां मिलावांगा मैं यार बनावांगा मैं तेरे लिए गीत गावांगा मैं दिल दा हाल सुनावांगा अखियां मिलावांगा अखियां मिलावांगा अखियां मिलावांगा अखियां मिलावांगा दिल में बसेरा की लगदा तू अणिए मेरा क्यों करदा है दिल में बसेरा की लगदा तू अणिए मेरा मान जा दिल दी गल ठहर जा एक पल ले जा चंद सुनी रातें सुबह इनको मैं साथ लेके जावांगा मैं तैनू जिथे पावांगा मैं उत्थे बस जावांगा मैं तैनू जिथे पावांगा मैं उत्थे बस जावांगा मैं दिल दा हाल सुनावांगा मैं तुझको ही यार बनावांगा मैं अखियां मिलावांगा अखियां मिलावांगा अखियां मिलावांगा अखियां मिलावांगा മറഞ്ഞിരുന്നും കൊണ്ട് ഒളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളെ കുറുമ്പി നാണം വേണ്ടടി മടിച്ചിടാതിങ്ങ് കടന്നു വന്നോളൂ മറഞ്ഞിരുന്നും കൊണ്ട് ഒളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളെ കുറുമ്പി നാണം വേണ്ടടി മടിച്ചിടാതിങ്ങ് കടന്നു വന്നോളൂ
കുണുങ്ങി കുണുങ്ങി അടുത്തുവാ എന്റെ അരയന പിടയെ കരളെ മധുരമുത്തമൊന്നേകിടാം നിന്റെ നുണക്കുഴിക്കവിളിൽ. കുണുങ്ങി കുണുങ്ങി അടുത്തുവാ എന്റെ അരയന പിടയെ കരളെ മധുരമുത്തമൊന്നേകിടാം നിന്റെ നുണക്കുഴിക്കവിളിൽ. മനസ്സിലുള്ളത് മനസ്സിലായടി പതുങ്ങി പോരടി കരിമഷിക്കണ്ണി കരിവളയല്ല കരളെടുത്ത് ഞാൻ നിനക്ക് തന്നീടാം കള്ളിപ്പെണ്ണ് നിനക്ക് തന്നീടാം നിനക്ക് തന്നീടാം എന്നെ തന്നെ നിനക്ക് തന്നീടാം. കുണുങ്ങി കുണുങ്ങി ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. നാളേറെ കാത്തിട്ടും നീ വന്നില്ല മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടേ പൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. कैसे ये बीते दिन रब जाने दिल जाने तेरा तराना तेरी धुन मिलके गले तेरी यादों के साए से दिल का लगाना था शगुन तेरे सदके मेरी सारी जिंदगी रांझना रांझना वे रांझना मेरे यार वे रांझना रांझना वे रांझना मेरे यार रांझना रांझना वे रांझना मेरे यार वे रांझना वे रांझना वे रांझना
तस्वीरें बेताबियों को बढ़ाती हैं। सुनी निगाहों को रंग मिल जाए, आंखों में कोई ख्वाब सजाए, क्या ये ख्वाब सजाना है मना। राजना राजना वे राजना मेरे यार वे राजना राजना वे राजना मेरे यार। राजना राजना वे राजना मेरे यार वे राजना वे राजना वे राजना। रुक सी गई थी ये सांसों की कहानी, तुमसे मिले फिर चला ये दिल। तेरे कदम से कदम मिला के साथ चले, तुझे साथी बना के, क्या ये हक भी जताना है मना। राजना राजना वे राजना मेरे यार वे राजना राजना वे राजना मेरे यार।